ഭാര്യ മേയർ മേയർ കല്യാണം കഴിച്ചിട്ടില്ല, ചെറുതാണ്, വിദ്യാഭ്യാസം എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ പൊക്കിയല്ല. പുള്ളിക്കാർ വളരെ പൊങ്ങുകയും ചെയ്തു. ഈ പൊങ്ങച്ചത്തിൻ്റെ ദോഷം അവിടെ ഉണ്ടായിരുന്നു. ആളുകളുടെ പെരുമാറ്റം മോശം. ഒരു വണ്ടി വന്നപ്പോൾ ആ ഡ്രൈവറെ പിടിച്ച് നിർത്തിക്കൊണ്ട് ആ കേസെടുത്തില്ലേ? അത് അധികാരത്തിൻ്റെ ദാർഢ്യമല്ലേ? അധികാരത്തിലിരിക്കുന്നവരൊന്നും വിനയമല്ലേ വേണ്ടത്? ആ വിനയം കാണിക്കാതെ ആ പ്രായത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ ദാർഢ്യവും അഹങ്കാരവും അത് വളരെ ചർച്ചാ വിഷയമാകുകയും അതിന്നും ലൈവായിട്ട് നിൽക്കുകയും ആ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അതൊരു കാരണം തന്നെയായിരുന്നു. ആ കൊച്ച് കുറേ കൂടെ പൊതുപ്രവർത്തനത്തിൽ വളയാനെന്ന് നെളിയരുത്, വളയണം. ആ പൊതുപ്രവർത്തനത്തിൻ്റെ പൊതുശൈലി ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത്, ഭരണം എന്തെല്ലാം നല്ല നേട്ടങ്ങൾ ചെയ്തുവെന്നും നല്ല കാര്യങ്ങൾ ചെയ്തുവെന്നും എത്രയോ കോടി രൂപയാണ് അവിടുന്ന് ഇവിടുന്ന് കടമെടുത്താണെങ്കിലും ഈ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും അത് വേണ്ടത്ര താഴെ തലങ്ങളിലത് അറിയിക്കാൻ ഇതിൻ്റെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെ അതിനെല്ലാം ഉപരി ഈ കുറേ മസിൽ പിടുത്തം ഉണ്ട്. പണ്ടത്തെ കാലമല്ല. ആളോട് മാന്യമായിട്ടും സ്നേഹമായിട്ടും സ്വന്തം മക്കളോട് പോലും വിനയമായിട്ടൊക്കെ പെരുമാറിയാലേ മക്കൾ പോലും അല്ലെങ്കിൽ പോടാ അച്ചാന്ന് പറഞ്ഞ് പോണ കാലമാണ്. ചില എല്ലാവർക്കും എന്ന് ഞാൻ പറഞ്ഞില്ല, എത്രയോ നേതാക്കന്മാർ. കാരണം അവരുടേതായ പെരുമാറ്റത്തിൻ്റെ താഴെത്തട്ടിൽ കുറേ കൂടെ വിനയമായി മര്യാദയായിട്ടും കൂടെ പെരുമാറിയാൽ തയ്യാറായാൽ ഇതിനേക്കാളും മെച്ചമാകും. പിന്നെ മന്ത്രിമാർ, കഴിഞ്ഞ മന്ത്രിമാർ പറയുമ്പോൾ എല്ലാം ഞാൻ പറയാം, കഴിഞ്ഞ മന്ത്രിമാരെടുത്തോളം മെച്ചമായ രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ ഇത്തവണ വന്ന പല മന്ത്രിമാർക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. അതും ഒരു കാരണമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അത് ഇതെല്ലാം പല കാരണങ്ങൾ, ചില കാരണങ്ങൾ മാത്രമേ ഉണ്ട്. തുടർഭരണത്തിന്റെ ഒരു അഹങ്കാരം പ്രവർത്തകരിൽ ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് തുടർ ഭരണത്തിലല്ല, എല്ലാവരും എന്താ വെച്ചാൽ ചില പ്രദേശങ്ങളിൽ ചില ആളുകളിലെല്ലാം ഈ അഹങ്കാരം താഴെത്തട്ടിൽ, മുകളിൽ അങ്ങനെ എടുത്താണ്. മുകളിലുള്ളവരെല്ലാം വളരെ മാന്യമായിട്ടും വിനയമായിട്ടും പെരുമാറുന്നവരാണ്. താഴെയുള്ളവരിൽ പലരും, എല്ലാവരും എന്ന് ഞാൻ പറയില്ല, എത്രയോ നല്ലവരുണ്ട്, പലരും കുറച്ചുകൂടെയൊക്കെ ഫലങ്ങൾ താഴുന്നു. ഫലാഗമത്തിലാണ് നമ്മൾ കൊച്ചിനെ പഠിപ്പിക്കുന്നത് തന്നെ, മരങ്ങളിൽ ഫലങ്ങൾ കയറുമ്പോൾ നമ്മൾ കമ്പ് താഴുന്നു. അതൊക്കെ അവർ സുധാകരൻ മിടുക്കനും പ്രഗത്ഭരുമായിരുന്നു. അദ്ദേഹത്തിനെ ഒഴിവാക്കാതിരിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ഒരു നിയമപരമായ ഒരു പാർട്ടി തീരുമാനം എടുത്തപ്പോൾ അദ്ദേഹത്തിന് ഐസക്കിനെ മാറ്റി നിർത്തേണ്ടി വന്നു. ഞാൻ ചോദിച്ചാണ്, ഐസക് സാർ തന്നെ കൂടെ ഇരുന്നല്ലേ തീരുമാനിച്ചത്? അത് ഐസക് സാർ എന്തിന് സെക്രട്ടേറിയറ്റിൽ അത് സമ്മതിച്ചു? അപ്പോൾ എന്നോട് അതിന് ഉത്തരം പറഞ്ഞില്ല. സുധാകരൻ ഏറ്റവും മിടുക്കനാണ്. ഒരു PWD വകുപ്പുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ആ ഭരണകാലങ്ങളിൽ അഴിമതി എന്നുള്ളത് നടത്താൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ധൈര്യവും തൻ്റെ ഇടമില്ലായിരുന്നു, വിറയ്ക്കുമായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ആലപ്പുഴക്കാർക്ക് അദ്ദേഹം വളരെ ഉപകാരിയും ഇതെല്ലാം വികസനമാണ്. ഐസക്കും സുധാകരൻ സാർ ഇവർ രണ്ടും കൂടെ കൂടിയപ്പോൾ ആലപ്പുഴയ്ക്ക് എന്തെല്ലാം വികസനങ്ങൾ വന്നത്. അത് വലിയൊരു കൂട്ടായ്മയായിരുന്നു. മറ്റുള്ള പ്രദേശങ്ങളിൽ എത്ര കൊല്ലങ്ങളായ കാര്യങ്ങൾ നേടിക്കൊണ്ടു പോകുന്നു. ഇവിടെ കൂട്ടുവന്നപ്പോഴല്ലേ നമുക്കിവിടെയെല്ലാം നല്ല റോഡായി, നല്ല പാലങ്ങളായി, അങ്ങനെ പലതും നമുക്ക് നേടാൻ സാധിച്ചു. സമ്പത്ത് കൊടുക്കാൻ ഐസക് സാറുണ്ട്, പണിയിപ്പിക്കാൻ സുധാകരൻ സാറുണ്ട്. അങ്ങനെ നല്ലൊരു കാലഘട്ടമായിരുന്നു ആ ടീമിൻ്റെ കാലഘട്ടം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം. ഈ കുറവ് എന്ന് പറഞ്ഞ ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമാണ്. പിന്നെ ഇതെല്ലാം പലരും ഗ്രൂപ്പ് തിരിഞ്ഞും പരസ്പരം മത്സരിച്ചും പലയിടത്തും തോൽവിയും ജയവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അതൊരു അസസ്മെൻ്റായിട്ട് മൊത്തം കണക്കാക്കാറുമില്ല. എന്നാലും ഈ 10 കൊല്ലം ഭരിച്ച ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റേതായ കുറവുകളും കുറ്റങ്ങളും സ്വാഭാവികമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിർവേട് കാണിക്കുന്നത്. ഈ 10 കൊല്ലം കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ച ഘടകകക്ഷികളുണ്ടല്ലോ, ഞാനോ നിങ്ങളല്ല കുത്തിയത്, കൂടെ നിൽക്കുന്നവരുണ്ടല്ല, എല്ലാ സുഖങ്ങളും അനുഭവിച്ചിരിക്കുന്ന ഘടകകക്ഷികൾ ഇപ്പോൾ കുറ്റം പറഞ്ഞ പിണറായിയാണ്. ഈ പിണറായിയുടെ കൂടെ നിന്ന് ഒരു കുറ്റവും പറയാതെ എല്ലാ സുഖവും അനുഭവിച്ചിട്ടിരുന്നില്ലേ ഇതുവരെ? അന്നൊന്നും കുറ്റം പറയാത്തത് ഒരു ക്ഷീണം തോന്നി എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം തന്നെ
കൊടുവാളുമായിട്ട് ഇറങ്ങി മാന്യമായ, ഒട്ടും മാന്യമായില്ല. ഒന്നിച്ച് നിന്നുവെങ്കിൽ ഒരു അച്ചകടത്തോട് പിന്നെ എൻ്റെ INL വരെ കയറി കൊത്തിയില്ലേ. INL എന്നെ വല്ല സപ്പോർട്ട് തന്നുകൂടെ പറഞ്ഞ ആളുകളാണ്. ഇതിനെല്ലാം സകലം ചെറുതും വലുതുമായ കക്ഷികളെ ഇതുപോലെ MLA ആക്കി മന്ത്രിയാക്കി കൊണ്ടു നടക്കുന്ന ഏക ഭരണകൂടം ഇന്നത്തെ ഗവൺമെൻറ്റില്ലേ. ഒരു MLA ഉണ്ടെങ്കിൽ അവനെ മന്ത്രിയല്ലേ. എത്ര ഘടകകക്ഷിയുണ്ട്, അവനെല്ലാം മന്ത്രിയും തന്ത്രിയും എല്ലാം കൊടുത്തിട്ടില്ലേ. അങ്ങനെ ഘടകകക്ഷികൾക്ക് എല്ലാ പരിഗണനയും പരിരക്ഷയും കൊടുത്തിട്ടുള്ളത് ഈ ഗവൺമെൻറ് മാത്രമാണ്. അത് ഇത്ര 10 കൊല്ലം അനുഭവിച്ചില്ല മിസ്റ്ററേ. തുടർ ഭരണം നടത്തിയ ആരൊക്കെ ഉണ്ട് ഇവിടെ? ഇതൊക്കെ ഭരിച്ചിട്ടുണ്ടില്ല പലരും. എന്നിട്ട് പിറ്റേ ദിവസം കുറ്റം മുഴുവൻ പിണറായി കിട്ടും നാട്ടം. അതൊക്കെ ഒരു ചതിയും കുഴികാലി ഒട്ടിത്തരുന്നു, കൂടെ എന്നിട്ട് കാലട്ടി ഒട്ടിരുന്നു. ഇതുകൊണ്ടൊന്നും ഇടതുപക്ഷത്തിന് ജയമുണ്ടാകുമെന്നോ തോൽവി ഉണ്ടാകുമെന്നോ ഒന്നും അസസ്മെൻ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. തോമസ് ഐസക് ഈ പരാജയത്തെ കണ്ടത് പാലസ്തീൻ ഐക്യദാർഢ്യം മറ്റും ശക്തമായിട്ട് കൊണ്ടുപോകുമ്പോഴും ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തു നിന്നും അകലുന്നു എന്നതാണ്. അത്തരം ഒരു പ്രീണന ശ്രമം ഇടതുപക്ഷത്തിന് അങ്ങോട്ട് പ്രയോജനം ചെയ്തില്ലെന്ന് തോന്നുന്നുണ്ട്. അതെ, ഈ അന്ധൻ ആനയെ കണ്ട പോലെയാണ്. തോമസ് ഐസക് സാറ് പോയി കാലെ പിടിച്ച് കാണും ആനയുടെ, അപ്പോൾ തൂണാണെന്ന് തോന്നുന്നു. വേറുള്ളവൻ കയറിയിട്ട് വാലയെ പിടിച്ച് കാണും, അത് ചൂലാണെന്ന് തോന്നുന്നു. വേറൊരുവൻ കയറി ചെവിയെ പിടിച്ച് കാണും, അപ്പം മുറമാണെന്ന് തോന്നുന്നു. അന്ധൻ ആനയെ കണ്ട പോലെ ഈ കൂടെ നിൽക്കുന്നത് പലരും പലതും പറയുന്നുണ്ട്. ഇപ്പോൾ തോമസ് ഐസക് ഒരു അഭിപ്രായം പറഞ്ഞു, അത് പിന്നെ തിരുത്തിയില്ലേ. അപ്പോൾ ഇതിനൊന്നും നമ്മൾ മറുപടി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം കൂട്ടായി നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, ഇവിടുത്തെ LDFലെ ഘടകകക്ഷികളായാലും കൂടെയുള്ള കക്ഷികളായാലും അഭിപ്രായം പറയുമ്പോൾ അവർ കൂട്ടായി ആലോചിച്ച് ഒരു അഭിപ്രായം പറയലാണ്. പല അഭിപ്രായം പറഞ്ഞത് ശരിയായില്ല, മാന്യമായില്ല. ഗുണാനുഭവിച്ചപ്പോൾ ഇവരെല്ലാം വലിയ കേമന്മാരായിട്ടും ഒക്കെ നടന്നില്ലേ. ഇപ്പോൾ ദോഷം വന്നു എന്ന് കണ്ടപ്പോൾ എല്ലാം പിണറായിട്ട് തലയിട്ട് വെക്കാൻ പോകണമെന്ന് ശരിയാണോ? ഇവരെല്ലാം കൂട്ടായിരുന്നു പാസ്സാക്കിയതല്ലേ. പാസ്സാക്കിയ ശേഷം പിന്നെ പല അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യേണ്ടി വരുമ്പോൾ ഇപ്പം തന്നെ വൈസ് ചാൻസലർ, നിങ്ങൾ ആലോചിക്കണം, ഞങ്ങളെ കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവരുടെ ദുഃഖം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? യൂണിവേഴ്സിറ്റിയിൽ അടിപിടി കൊണ്ട് ഒരു കോഴ്സ് നടത്താക്കാനൊക്കില്ല, ഈ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനൊക്കില്ല, കേന്ദ്രം കൊണ്ടുവരുന്ന പല UCC ഗ്രാൻഡ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കോടിക്കണക്കിന് രൂപ വാങ്ങാനൊക്കെ അസുഖത്തിൽ ഈ കേരള യൂണിവേഴ്സിറ്റി എല്ലാ യൂണിവേഴ്സിറ്റിയുടെ അടിപിടി വരുമ്പോൾ അവസാനം ഒരു മധ്യസ്ഥയിൽ തീരാ മാർഗമില്ല എന്ന് വരുമ്പോൾ ആ മാർഗത്തെ പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ട് അത് സ്വീകരിച്ചുവെങ്കിൽ അതിന് നമ്മൾ നന്ദി പറയല്ലേ വേണ്ടത്, അതിനും കുറ്റം പറയുക. നിങ്ങളെ ആ ഫീൽഡിലുള്ളവർക്ക് അറിയാൻ പാടില്ല, ആ ഫീൽഡിൽ കിടക്കുന്ന ഞങ്ങളുടെ ദുഃഖം മനസ്സിലാക്കണം. കേരള യൂണിവേഴ്സിറ്റി എന്ത് നടക്കുന്നുണ്ട്? 14ഓളം കോളേജുള്ള ആളുകൾ, ആകെ കൂടുതൽ കോളേജുകളാണ്. ഈ വടംവലി അടിപിടിയും എവിടെ കൊണ്ടെത്തിക്കും? ഇതിനൊരു അന്ത്യം വേണ്ടേ? അതിന് മധ്യസ്ഥം വെച്ചപ്പോൾ 2 പേരും ജയിച്ചായിരിക്കാം. ഇതെല്ലാം കൂടെ സുപ്രീം കോടതി കൊടുത്തെങ്കിൽ പിന്നെ 2 ഇല്ലാതാകും. 2 ഇല്ലാതാകുമ്പോൾ ഒന്നെങ്കിലും നിലനിർത്താനൊക്കുന്ന നിലയിലേക്ക് ഒരു തന്ത്രപരമായ ഒരു അടവ് നയം പ്രയോഗിച്ചെങ്കിൽ എന്താ തെറ്റ്? ഈ ഭരണം പറഞ്ഞെന്ന് പറയുന്നത് എന്താണ്? അത് അടവ് നയമാണ്.